എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവജാത ശിശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. കുഞ്ഞിൻ്റെ നാക്കിലും വായയുടെ വശങ്ങളിലും പാലിൻ്റെ പാട പോലെ വെള്ള നിറം കാണാറുണ്ടോ? അത് വെറും പാലിൻ്റെ അംശമാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും വിട്ടുകളയാറുണ്ട്. എന്നാൽ അതൊരു അണുബാധയാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സത്യം എന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ഇത് തിരിച്ചറിയാനുള്ള വഴിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇത് പാലാണോ അത് അണുബാധയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിന് ഒരു ചെറിയ വിദ്യയുണ്ട്. വൃത്തിയുള്ള ഒരു നനഞ്ഞ കോട്ടൺ തുണി എടുക്കുക. അത് വിരലിൽ ചുറ്റി കുഞ്ഞിൻ്റെ നാക്കിലെ വെള്ളപ്പാടിൽ പതുക്കെ ഒന്ന് തുടച്ചു നോക്കുക. അത് പാലിൻ്റെ അംശമാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. എന്നാൽ അത് മായാതെ നിൽക്കുകയോ തുടച്ച ഭാഗത്ത് ചെറിയ ചുവപ്പോ രക്തം കട്ടപിടിച്ച പോലെയോ കാണുന്നുണ്ടെങ്കിൽ അത് ഓറൽ ത്രഷ് എന്ന അണുബാധയാണ്. കാരണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാം. എന്താണ് ഈ ഫംഗസ്? എല്ലാവരുടെയും ശരീരത്തിൽ സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു ഫംഗസാണ് കാൻഡിഡ എന്ന ഫംഗസ്. ഇത് സാധാരണ നിലയിൽ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരുടെ പ്രതിരോധശേഷി, അതായത് ഇമ്മ്യൂണിറ്റി പൂർണ്ണമായി വളർന്നിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഈ ഫംഗസ് പെട്ടെന്ന് വളരാനും അണുബാധയുണ്ടാക്കാനും കാരണമാകും. അതാണ് ഓറൽ ത്രഷായി മാറുന്നത്. പല അമ്മമാരും ചോദിക്കാറുണ്ട്, ഞാൻ കുഞ്ഞിനെ ഇത്രയും വൃത്തിയായിട്ടല്ലേ നോക്കുന്നത്, പിന്നെ ഇത് എങ്ങനെ വന്നു എന്ന്. ഇതിൻ്റെ പ്രധാന കാരണം പ്രസവ സമയമാണ്. അതായത് നോർമൽ ഡെലിവറി നടക്കുമ്പോൾ അമ്മയുടെ ജനനേന്ദ്രിയത്തിൽ, അതായത് ബർത്ത് കനാൽ, ഈ ഫംഗസ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ വായിൽ വെള്ളപ്പാടുകൾ കണ്ടു തുടങ്ങുന്നത് ഇതുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ കുറ്റമല്ല, ഇതൊരു സ്വാഭാവികമായ അണുബാധ മാത്രമാണ്. മറ്റൊരു പ്രധാന കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗമാണ്. കുഞ്ഞിനോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മയ്ക്കോ എന്തെങ്കിലും അസുഖത്തിന് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും. ഈ നല്ല ബാക്ടീരിയകളാണ് ഫംഗസ് വളരുന്നത് തടയുന്നത്. അവ ഇല്ലാതാകുമ്പോൾ ഫംഗസ് വായ്ക്കുള്ളിൽ വേഗത്തിൽ പടരും. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കൊടുക്കുന്നത് ഒഴിവാക്കണം. അടുത്തതായി, കുപ്പിപ്പാൽ കൊടുക്കുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ. പാലിൻ്റെ കുപ്പിയും അതിൻ്റെ നിപ്പിളും നന്നായി അണുവിമുക്തമാക്കിയില്ലെങ്കിൽ, അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്തില്ലെങ്കിൽ അതിൽ ഫംഗസ് പറ്റിപ്പിടിച്ചിരിക്കും. കുഞ്ഞ് ഓരോ തവണ പാല് കുടിക്കുമ്പോഴും ഇത് വീണ്ടും വായിലെത്തും. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കടിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സ് തറയിൽ വീഴുമ്പോഴോ മറ്റോ അഴുക്കായാൽ ഇതുവഴി നേരിട്ട് ഇൻഫെക്ഷൻ വരാം. അടുത്തതായിട്ട് ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് വന്നാൽ കുഞ്ഞ് ഭയങ്കരമായി കരയും. പ്രത്യേകിച്ച് പാല് കുടിക്കുമ്പോൾ വായ പൊള്ളുന്ന പോലെ വേദന വരും. ഇതുകൊണ്ട് കുട്ടി പാല് കുടിക്കാൻ മടി കാണിക്കും. വായയുടെ വശങ്ങളിൽ വിള്ളൽ വരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അമ്മമാർ അറിഞ്ഞിരിക്കാനുള്ളതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് നിപ്പിളിൽ അമിതമായ വേദനയോ ചുവന്ന നിറമോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് പകർന്നതാണ്. കുഞ്ഞിനെ മാത്രം ചികിത്സിച്ചാൽ പോരാ, അമ്മയും ചികിത്സ തേടണം. ഓരോ തവണ പാൽ കൊടുത്ത ശേഷവും വായയും നിപ്പിളും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ചികിത്സയും പരിഹാര മാർഗങ്ങളുമാണ് ഇതിന് നമ്മൾ പറയുന്നത്. പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടറെ കണ്ട് ഒരു ആൻറ്റിഫംഗൽ ഡ്രോപ്സ് വാങ്ങുക. അത് വായയുടെ ഉൾഭാഗത്ത് തേച്ച് കൊടുക്കുക. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് കാൻഡിഡ് മൗത്ത് പെയിൻ്റ് ആണ്. കൂടാതെ കുപ്പികളും നിപ്പിളും 5 മിനിറ്റെങ്കിലും തിളപ്പിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അമ്മമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.